ഇന്നത്തെ യാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. ഞാനീ വരുന്നത് കോഴഞ്ചേരി തെക്കേമല വഴി അമ്പലത്തിലേക്കാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് ചെങ്ങന്നൂരിനും പോകാം, ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് പന്തളത്തിനും പോകാം. അങ്ങനെ പന്തളം വഴിയും ആറന്മുള ക്ഷേത്രത്തിൽ വരാം, ചെങ്ങന്നൂർ വഴിയും വരാം. ഇവിടെ നിന്നാണ് കിഴക്കേ നടയിലോട്ട് തിരിയുന്നത്. പരമാവധി വാഹനമായിട്ട് വരുന്നവർ കിഴക്കേ നട വഴി വരിക. ഇതുവഴി വന്നാൽ മറു സൈഡിൽ വണ്ടി വന്നാലും സൈഡ് കൊടുക്കാനുണ്ട് സ്ഥലം, വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമുണ്ട്. വേറെ പടിഞ്ഞാറേ നട എന്നൊരു വഴിയുണ്ട്, അത് കൊച്ചു വഴിയാണ്. എതിരെ വണ്ടിയൊക്കെ വന്നാൽ സൈഡൊക്കെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ബസ്സിൽ വന്നിറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് വരാൻ വഴിയുണ്ട്. അത് ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ അവിടെ ഇറങ്ങി വരുവാണെങ്കിൽ ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. വാഹനത്തിൽ വരുന്നവർ കിഴക്കേ നട വഴി വന്ന് നിർത്തിയാൽ ക്ഷേത്രത്തിലേക്ക് അടുത്തായിട്ട് കയറാൻ എളുപ്പമാണ്. അങ്ങനെ എനിക്ക് ക്ഷേത്രം അടുത്തു. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും വാഹനം ഒതുക്കണം. ചിലപ്പം മുമ്പോട്ട് പോകും തോറും വാഹനം ഒതുക്കാൻ ചിലപ്പോൾ സൈഡ് കിട്ടത്തില്ല. ഇവിടെ ഒരു സ്ഥലം കിട്ടി, ഞാൻ ഇവിടോട്ട് ഒതുക്കുക. ഇല്ല, കാണുന്നതാണ് അമ്പലം. ഇത് ഗണപതി അമ്പലം. അമ്പലത്തിൻ്റെ നേരെ എതിരെയാണ് ഈ ഗണപതി അമ്പലം. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും വന്ന് ഇവിടെ തൊഴുതാണ് മടങ്ങാറുള്ളത്. നമ്മളിപ്പോൾ വന്ന വഴിയുടെ സൈഡിലാണ് ഈ ക്ഷേത്രം. ആറന്മുള അമ്പലത്തിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. വലിയ ദൂരമൊന്നുമില്ല. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം. ഇനി ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയെപ്പറ്റി വിശദീകരിച്ചാൽ ഈ വീഡിയോ കൊണ്ടൊന്നും തീരില്ല. അതുപോലെ വിശേഷമായ ഒരു ഇതാണ് ആറന്മുള കണ്ണാടി. ഇതിൻ്റെ നിർമ്മാണവും നിർമ്മാണ രീതികളും എല്ലാം ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആറന്മുള കണ്ണാടി ജസ്റ്റ് ഒന്ന് കണ്ട് കേട്ട് പോകാം. പലരും ഇത് ഗിഫ്റ്റായും മറ്റുമൊക്കെ കൊടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല വിലയാണ് കണ്ണാടിക്ക്. എന്നാൽ എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിലുള്ള വിലയിലുള്ള കണ്ണാടികളും കിട്ടും. നല്ല തുകയുടെ കണ്ണാടികളും ഉണ്ട്. കടയിൽ കയറി ഒരു വീഡിയോ ഒക്കെ എടുത്തു. ചേട്ടനോട് നേരത്തെ പെർമിഷൻ വാങ്ങിയതായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തെ ചേട്ടൻ ഉറങ്ങി. വേണ്ടേ, ഈ കണ്ണാടിക്കൊക്കെ അത്യാവശ്യം നല്ല വില വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം കണ്ണാടി മാത്രമല്ല, മറ്റ് ക്ഷേത്രത്തിലേക്കുള്ള സാധനങ്ങളുമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് പമ്പ നദിയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. പ്രശസ്തമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ഇവിടെയാണ്. ഇത് ഏകദേശം ഫിനിഷിംഗ് പോയിൻ്റാണ്. വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇതിൻ്റെ കിഴക്ക് ഭാഗത്താണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നാണ് ഫിനിഷിങ് ചെയ്യുന്നത്. ഈ നദിക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൻ്റെ ആ കിഴക്കേ സൈഡ് വള്ളംകളി തുടങ്ങുന്നതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഭാഗത്താണ് പ്രശസ്തമായ മാരാമൺ കൺവെൻഷന് നടക്കുന്നത്. അവിടുന്ന് 1 കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് പ്രശസ്തമായ അയിരൂര് ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശസ്തമായൊരു നദിയാണ് നമ്മുടെ പമ്പ. ശബരിമല എന്നാണ് ഉത്ഭവം. നമ്മൾ വേണ്ട ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയും തിരിച്ച് ഈ സ്റ്റെപ്പ് കയറി വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഇത് ക്ഷേത്രത്തിലോട്ട് കയറുന്ന ആ ഭാഗങ്ങളാണ്. ഇങ്ങനെ കയറി വന്ന് വേണം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരാൻ. ഇന്ന് രോഹിണിയാണ്.
അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുമുണ്ട്. ക്ഷേത്രത്തിൽ എന്തൊക്കെയോ പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃഷ്ണസ്വാമിയുടെ ജന്മനാളാണ് രോഹിണി. ഞാൻ തിരക്കിപ്പോൾ വൈകിട്ട് എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് നിൽക്കാനുള്ള സമയമില്ല. ഞാൻ ക്ഷേത്രം ഒന്ന് ചുറ്റി കറങ്ങി വീഡിയോ എടുത്ത് പോരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. തുലാഭാരത്തട്ട്. ഇനി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി ഒരു വീഡിയോ എടുക്കണം. ക്ഷേത്രത്തിൻ്റെ ചുറ്റും എന്ന് പറയുമ്പോൾ ഏറിയ ഒരുപാടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും തൊഴുത് മടങ്ങുമ്പോൾ ഒരു 10-20 മിനിറ്റിൽ കൂടുതലെടുക്കും. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. സൈഡിൽ ഉപദൈവങ്ങളെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം പ്രതിഷ്ഠയാണിത്. പലരും വന്ന് തൊഴുത് മടങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ഇങ്ങനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് തൊഴാൻ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയുടെ ഗോപുരം. ഇതുവഴി ഇനി ഇങ്ങനെ നടന്ന് അങ്ങേ സൈഡിലെത്തണം. അത്യാവശ്യം നല്ല നടപ്പുണ്ട്. ക്ഷേത്രം നല്ല ഏറിയുണ്ട്. ചുറ്റും ഒന്ന് തൊഴുത് വരണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റുണ്ട്. അങ്ങനെ പടിഞ്ഞാറേ നട തീരാറായി. ഇത് ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പം വലത്തെ സൈഡ് ഭാഗമാണ്. ഇവിടെയും ഉപദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ഈ താഴെ കാണുന്ന ഇതെല്ലാം ഉപദൈവങ്ങളെ പ്രതിഷ്ഠിച്ചേക്കുന്ന ഇടമാണ്. അതിൻ്റെ അകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ കൊണ്ട് കയറല്ലെന്ന്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗം കാണുന്ന സൈഡാണിത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞാൽ ഈ വീഡിയോയിൽ തീരത്തില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അതുകൊണ്ട് ഞാൻ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. അതിനുള്ള വീഡിയോ ടൈം കിട്ടത്തില്ല. കാണുന്നവരെ ക്ഷേത്രം മൊത്തത്തിൽ ഒന്ന് കാണിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഏറിയ എത്രത്തോളം ഉണ്ടെന്ന്. എല്ലാ മാസവും രോഹിണി നാളിലാണ് ഇവിടെ പ്രത്യേക ദിവസമാണ്. അന്ന് കൃഷ്ണസ്വാമിയുടെ ജന്മനാൾ ദിവസമാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടും കൊടിമരവും കാര്യങ്ങളുമൊക്കെയാണിത്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടാണ്. ക്ഷേത്രത്തിൻ്റെ കൊടിമരവും കാര്യങ്ങളുമൊക്കെയാണ്. ഇവിടുന്ന് ഉള്ളിലേക്ക് വീഡിയോ, മൊബൈൽ വീഡിയോ ഇതൊന്നും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുന്നില്ല. ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കാണിക്കാം. ഇതാണ് ആറന്മുള ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഒന്നും പറഞ്ഞില്ല. കാര്യം അതിനുള്ള സമയം കിട്ടത്തില്ല. ക്ഷേത്രം മൊത്തത്തിൽ ഒന്ന് കാണിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.